ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പുതിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം പറയുകയാണെങ്കിൽ നമ്മളിന്ന് ചോളം ആദ്യമായിട്ട് നമ്മൾ വിളവെടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം മൊത്തം ഒന്നും എടുക്കുന്നില്ല, ഏകദേശം നമുക്ക് ഒരെണ്ണം ഒന്ന് വിളവെടുത്ത് നോക്കാം. ഏകദേശം ഒരു 5-8 നമ്മൾ ചോളം ഇവിടെ ആദ്യം നട്ടിരുന്നതിൽ 5-8 കാ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നിലവിൽ ഞാൻ ഒരെണ്ണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊളിച്ചും കൂടെ നോക്കണം. അപ്പം എല്ലാം ഒരേ ദിവസം തന്നെ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നില്ല, ഏകദേശം ഓരോരോ ദിവസം നമ്മൾ പൊട്ടിച്ചെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ ഏകദേശം കണ്ടില്ലേ, നല്ല വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഒരു മീഡിയം വലിപ്പം അതിന് തോന്നിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അധികം വളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ വീട്ടിലെ വളങ്ങളൊക്കെ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായില്ലേ അല്ലേ. ചോളം എങ്ങനെ മൂത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ പൂവ് ഇങ്ങനെ ഉണങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ ഉണങ്ങി വരുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മൂപ്പെത്തുന്നത് കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ തന്നെ ചോളത്തിൻ്റെ ആ ഒരു പുറത്തെ ഭാഗവും ഉണങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് വിളവെടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചോളം മൂത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്നാണെങ്കിൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിന് കുറച്ചൊരു ബൂസ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ മുട്ടത്തോടാണ്. അത് നല്ല രീതിയിൽ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു മാസത്തിൽ ഒന്നൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഞാനിതിപ്പം കുറച്ചായി കേട്ടോ ഉപയോഗിക്കുന്നു. നല്ല റിസൾട്ടാണ് കേട്ടോ. ചെടികൾക്ക് നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ മണ്ണിൻ്റെ ആ pH ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനും ഒക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ നല്ലൊരു വളർച്ച നമുക്ക് തോന്നിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഗ്രോ ബാഗൊക്കെ ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മണ്ണ് നിറച്ചതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് നടാനുള്ള വിത്തുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ മണ്ണൊക്കെ സെറ്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ pH ഒക്കെ ഒന്ന് ബാലൻസ് ആവുന്നവരെ നമ്മൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഗ്രോ ബാഗൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം വെച്ചിരിക്കുന്ന സ്ഥലം പാറയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നനച്ചു കൊടുക്കേണ്ട ആവശ്യമായിട്ട് വരും കേട്ടോ. ഭയങ്കര ചൂടല്ലേ. അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് മണ്ണും കൂടെ നമ്മൾ എടുത്തിട്ട് കുമ്മായൊക്കെ ചേർത്ത് നമ്മൾ ഒന്ന് pH ബാലൻസ് ആക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2-3 ചട്ടി മണ്ണ് ഞാൻ എടുത്ത് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ മുട്ടത്തോടിൻ്റെ ഇതും കൊണ്ടിട്ട് ഒരു 2-3-4 സ്പൂൺ മുട്ടത്തോടിൻ്റെ പൊടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇങ്ങനെ പറയുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.